ആതുര സേവനത്തിലെ അനുഭവ ചഷകങ്ങൾ. ആശുപത്രികൾ ലോകത്തെ ഏറ്റവും വലിയ അഭയകേന്ദ്രങ്ങളാണ്. എല്ലാത്തരം മനുഷ്യരും അവിടെ എത്തുന്നു. ജനിമൃതികൾക്കിടയിൽ ആശുപത്രികളെ ഇടത്താവളമാക്കാത്ത മനുഷ്യർ ഇല്ലെന്നു തന്നെ പറയാം. സങ്കടവും സന്തോഷവും നിരാശയും പ്രതീക്ഷയും ആശ്വാസവും ആശങ്കയും ഭയവും ഒക്കെ ആശുപത്രിയോളം പങ്കുവയ്ക്കപ്പെടുന്ന മറ്റൊരിടം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് അഴലാഴിക്കപ്പുറം ഒരു ഡോക്ടറുടെ ഡയറി കുറിപ്പുകൾ ഡോക്ടർ വി ഉഷാ മേനോൻ ഡ്രീം ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തെ പറ്റിയിട്ടുള്ള റിവ്യൂവാണ്. ശ്രീ മുരളി പാറപ്പുറം ജന്മഭൂമി വാരാന്ത പതിപ്പിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച എഴുതിയ ലേഖനം. ആശുപത്രികൾ ചെറുതായാലും വലുതായാലും അവിടെ അനുഭവങ്ങളുടെ ഒരു കടൽ സംഭവിക്കുന്നു. അലയടങ്ങാത്ത ഈ അനുഭവങ്ങളുടെ ആകത്തുകയായിരിക്കും പല ഡോക്ടർമാരുടെയും മനസ്സ്. രോഗികൾ, കൂട്ടിരിപ്പുകാർ, സന്ദർശകർ ഇവരുമായെല്ലാം ഇടപഴകേണ്ടി വരുന്ന ഡോക്ടർമാർക്ക് പറയാനുള്ള കഥകൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായിരുന്ന ഡോക്ടർ പി.എ. ലളിതയും പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി.പി. ഗംഗാധരനും പങ്കുവച്ചിട്ടുള്ള ചികിത്സാനുഭവങ്ങൾ വായനക്കാർക്ക് സുപരിചിതമാണല്ലോ. ആതുര സേവന രംഗത്ത് ഈ നിരയിൽ വരുന്ന ഒരാളാണ് ഡോക്ടർ വി ഉഷാ മേനോൻ. കൊച്ചി അമൃത ആശുപത്രിയിൽ എൻഡോക്രൈനോളജി വിഭാഗത്തിൽ ചികിത്സയോടൊപ്പം അധ്യാപനവും ഗവേഷണവും നടത്തുന്ന ഡോക്ടർ വടയത്ത് ഉഷാ മേനോൻ 4 പതിറ്റാണ്ട് കാലത്തെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് അഴലാഴിക്കപ്പുറം ഒരു ഡോക്ടറുടെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം. ഡോക്ടർ ഉഷാ മേനോൻ അടിസ്ഥാനപരമായി ഒരു എഴുത്തുകാരിയാണ്. ഓരോ വാക്കിലും വരിയിലും അനുഭവങ്ങളുടെ ആഴം രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാർക്ക് ഏറെ അനുഭവങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ അവയൊക്കെ അക്ഷരങ്ങളിലേക്ക് പകർത്താൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. ഇക്കാര്യത്തിൽ ഉഷാ മേനോൻ 100% വിജയിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചിന്തകൾ രേഖപ്പെടുത്തുകയുമല്ല ഈ എഴുത്തുകാരി ചെയ്തിട്ടുള്ളത്. മനസ്സുകൊണ്ട് ആഴത്തിൽ തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. രോഗത്തെ മാത്രമല്ല, രോഗിയെയും ചികിത്സിക്കണം എന്ന് പറയാറുണ്ടല്ലോ. രോഗത്തെയും രോഗിയെയും കടന്ന് ഡോക്ടർ ഉഷാ മേനോൻ ചികിത്സയ്ക്കെത്തുന്ന മനുഷ്യരെയും കാണുന്നു. ജീവിക്കുന്ന ചുറ്റുപാടുകളും മനോനിലയും വികാരവിചാരങ്ങളുമൊക്കെ മനുഷ്യനെ രോഗികളാക്കുന്നു എന്നത് പുതിയ അറിവല്ല. പക്ഷേ ചികിത്സയിലേക്ക് കടക്കുമ്പോൾ ഈ ഘടകങ്ങൾ വേണ്ടത്ര പരിഗണിക്കപ്പെടാറില്ല. ഇക്കാര്യത്തിൽ ഈ ഡോക്ടറുടെ സമീപനം വ്യത്യസ്തമാണ്. തൻ്റെ മുന്നിലെത്തുന്നത് രോഗി മാത്രമല്ലെന്നും ആരോടും പറയാനാവാത്ത സങ്കടങ്ങൾ പേറിയെത്തുന്ന നിസ്സഹായരായ മനുഷ്യരാണെന്നും തിരിച്ചറിയുന്നു. കഥകളി വെല്ലുന്ന ജീവിതങ്ങളുണ്ട്. ഒരു കഥാകാരൻ സ്വന്തം ഭാവനയിൽ വരച്ചിടുന്ന ചിത്രങ്ങളെ കവിഞ്ഞു നിൽക്കുന്ന ഇത്തരം ജീവിതങ്ങളാണ് ഈ പുസ്തകത്തിൽ വായനക്കാർ കണ്ടുമുട്ടുന്നത്. നീണ്ടകാലത്തെ സ്വപ്ന സാഫല്യമായ വീട് കൈവിട്ടു പോകുന്നത് ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന വീട്ടമ്മ ആരുടെയും ഉള്ളുലയ്ക്കും. ഇതുപോലെ തന്നെയാണ് ആറ്റുനോട്ട് ഉണ്ടായ കൈക്കുഞ്ഞിനെ ഒരു നോക്കു കാണാനോ ഒരു ഉമ്മ നൽകാനോ കഴിയാതെ ICUവിൽ അബോധാവസ്ഥയിൽ കഴിയുന്ന യുവതി. മുലയൂട്ടാൻ ഈ കുഞ്ഞിനെയും കൈലേന്തി നടക്കുന്ന അമ്മുമ്മയുടെ വേദന പറഞ്ഞറിയിക്കാനാവില്ല. മരണം ഉറപ്പായിരുന്നിട്ടും ജീവിതത്തിൻ്റെ മുഖത്തേക്ക് പ്രശാന്തമായി നോക്കുന്ന, വർഷങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ കണ്ടുമുട്ടുന്ന തൻ്റെ കളിക്കൂട്ടുകാരി രാജിയുടെ ഭർത്താവ് മോഹനൻ. ആശുപത്രിവാസത്തിനിടെ
മാനസാന്തരം വരാൻ തുടങ്ങിയെങ്കിലും കൂട്ടാളികളെത്തി നിർബന്ധിച്ചു. ഡിസ്ചാർജ് വാങ്ങിപ്പോയ ഗുണ്ടാ നേതാവ് ഷാജി. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള, എന്നാൽ നമുക്ക് അപരിചിതരായ മനുഷ്യരുടെ മനസ്സുകളാണ് ഈ പുസ്തകം നിറയെ ഉള്ളത്. ഓരോ അധ്യായവും ഒന്നിനൊന്ന് വ്യത്യസ്തമായ അനുഭവ ചഷകങ്ങളാണ്. രാത്രിമഴ, പാടാത്ത താരാട്ട്, വെളിപാടിൻ്റെ വേദനകൾ, മായുന്ന സിന്ദൂരം, അവസാനത്തെ ചങ്ങാതി, നഷ്ടസൗഭാഗ്യം, ഒഴുകി വരുന്ന കൽപ്പനകൾ എന്നിങ്ങനെ അധ്യായങ്ങളുടെ ശീർഷകങ്ങൾ പോലും അർത്ഥപൂർണവും കാവ്യാത്മകവുമാണ്. ഡോക്ടർ ആയിരുന്നില്ല എങ്കിൽ തീർച്ചയായും ഈ എഴുത്തുകാരി വലിയൊരു കഥാകൃത്തോ നോവലിസ്റ്റോ ആയി മാറുമെന്ന് ഈ പുസ്തകത്തിലെ ഭാഷയും രചനാശൈലിയും തെളിയിക്കുന്നു. ചെറുകഥയുടെ ശില്പഘടനയും ഏകാഗ്രതയും ഈ അനുഭവക്കുറിപ്പുകൾക്കുണ്ട്. ഒറ്റയ്ക്കെടുത്താൽ ചെറുകഥ പോലെയും ഒന്നിച്ചെടുത്താൽ ആശുപത്രി ഇതിവൃത്തമാക്കി എഴുതിയിട്ടുള്ള നോവൽ പോലെയും വായിക്കാം. ലീലാമ്മ, അച്ചാമ്മ, രാജി, മോഹനൻ, മേരി സിസ്റ്റർ, ഷാജി, മല്ലിക, തോമസ്, ഇങ്ങനെ തുടങ്ങി നിരവധി പേര്. ഇവരൊക്കെ ഒരേ സമയം ജീവിച്ചിരിക്കുന്ന മനുഷ്യരും കഥാപാത്രങ്ങളുമാണ്. ഇവർക്ക് പുറമെയായാൽ അവർ, അവൾ, അദ്ദേഹം എന്നിങ്ങനെ പേരറിയാത്തവരും കഥയില്ലായ്മയ്ക്ക് മേലുള്ള ഭാഷാ കസർത്തുകൾ മടുത്തവർക്ക് വായനയുടെ അനുഭൂതി പകരുന്നതാണ് ഈ അക്ഷരക്കൂട്ടുകാർ. ഡോക്ടർ ഉഷാ മേനോൻ സ്നേഹം കൊണ്ടുമാണ് ചികിത്സിക്കുന്നത്. ഇങ്ങനെ ഒരാളെ മാത്രമേ ഇത്തരം അനുഭവങ്ങൾ തേടിയെത്തുകയുള്ളൂ. അവരനെ ആത്മനായി കാണാൻ പ്രേരിപ്പിക്കുന്ന കാരുണ്യം. ഈ ഡോക്ടറുടെ മനസ്സിൽ നിറച്ചത് മാതാ അമൃതാനന്ദമയി ദേവിയാണെന്ന് പുസ്തകം അമ്മയ്ക്ക് സമർപ്പിച്ചതിൽ നിന്ന് വ്യക്തമാണ്. അഴലാഴിക്കപ്പുറം. പെൻ ബുക്സ്, ഡ്രീം ബുക്സ് കഴിഞ്ഞ ഏപ്രിൽ ഇറക്കിയ ഈ പുസ്തകം ലഭിക്കാൻ ആവശ്യമുള്ളവർ 9447241639 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447241639. അഴലാഴിക്കപ്പുറം. നന്ദി.